നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉന്നത പദവികളിൽ ഇനി സ്വദേശി പൗരന്മാർ ജോലി ചെയ്താൽ മതിയെന്ന് സൗദി ഷൂറ കൗൺസിലിന്റെ തീരുമാനം. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉയർന്ന തസ്തികകളിലെ സ്വദേശിവൽക്കരണം 75% ഉയർത്താനുള്ള കരട് നിർദ്ദേശത്തിനാണ് ഇന്നലെ സൗദി ഷൂറ കൗൺസിൽ അംഗീകാരം നൽകിയത്. തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഷൂറ കൗൺസിലിലെ സാമൂഹിക, കുടുംബ, യുവജന കാര്യങ്ങൾക്കുള്ള സമിതിയാണ് കരട് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. സ്ഥാപനത്തിലെ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 75% കുറയാൻ പാടില്ല. യോഗ്യരായ സ്വദേശികളെ ലഭിക്കാതെ വന്നാൽ മാത്രം ഉന്നത പദവികളിൽ താൽക്കാലികമായി വിദേശിയെ നിയമിക്കാൻ അനുവാദമുണ്ടാകും. സൗദി അറേബ്യയിലെ തൊഴിൽ രംഗത്ത് കൂടുതൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കിയിരുന്നു. ഉന്നത സ്പെഷ്യലിസ്റ്റ് തസ്തികകളാണ് സൗദി വൽക്കരിക്കുന്നത് തന്നെ. വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരിക്കുന്നതിന്റെ നടപടികൾ ഊർജിതമാക്കുമെന്ന് സൗദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹ്മദ് അൽ റാജ്ഹി പറഞ്ഞു. ഉയർന്ന യോഗ്യതയുള്ള സൗദി യുവതീ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി മന്ത്രാലയം ശ്രമിച്ചു വരുന്നതായി മന്ത്രി അറിയിച്ചു. സൗദിയിൽ സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള പിഴകൾക്ക് പകരം സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്നതാണ് പുതിയ പദ്ധതി. കൂടുതൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വദേശിവൽക്കരണത്തിനായി തൊഴിൽ മന്ത്രാലയം ഇതുവരെ നടപ്പിലാക്കിയതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് പുതിയ പദ്ധതി. കൂടുതൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള പിഴകൾ പരിഹരിക്കപ്പെടുന്നതാണ് പുതിയ രീതി. വിവിധ കാരണങ്ങളാൽ പിഴ ചുമത്തപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് പിഴയൊടുക്കാതെ പരിഹാരം കാണാനാകുമെന്നതിനാൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കാൻ സ്ഥാപന ഉടമകൾ തയ്യാറായേക്കുമെന്നാണ് മന്ത്രാലയത്തിന് പ്രതീക്ഷിച്ച. എന്നാൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുവാൻ ഉപാധികളുണ്ട്. സ്ഥാപനം ഗ്രീൻ കാറ്റഗറിയിലോ അതിനു മുകളിലോ ആയിരിക്കുക, വേതന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്ന സ്ഥാപനമായിരിക്കുക, പിഴകൾക്കെതിരെ പരാതികൾ നൽകാത്ത സ്ഥാപനമായിരിക്കുക, പിഴകൾ പരിഹരിക്കാനായി അപേക്ഷ സമർപ്പിച്ച ശേഷമുള്ള സ്ഥാപനത്തിലെ സ്വദേശികളുടെ എണ്ണം മുമ്പത്തേതിനേക്കാൾ കുറവാകാതിരിക്കുക തുടങ്ങിയവയാണ് ഉപാധികൾ. നിയമിക്കപ്പെടുന്നവർക്ക് കുറഞ്ഞത് 1 വർഷമെങ്കിലും അനുയോജ്യമായ ശമ്പളത്തോടുകൂടി ജോലി നൽകിയിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. സ്വദേശി യുവതി യുവാക്കൾ ഉയർന്ന കഴിവും ശേഷിയുമുള്ളവരുമാണ്. സ്വദേശിവൽക്കരണത്തിന് തടസ്സമുണ്ടാക്കുന്ന നിയമലംഘനങ്ങൾ അനുവദിക്കില്ല. സൗദിയിലെ പ്രമുഖ ആശുപത്രിയിലെ ഉന്നത തസ്തികകളിൽ നിയമിക്കുന്നതിന് ജോർദാനികളെ തേടുന്നതായ പരസ്യം ജോർദാൻ തൊഴിൽ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് സൗദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രി പ്രസ്താവനയുമായി രംഗത്ത് വന്നത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.